ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ചാനൽ ഇതാ പുതിയൊരു യാത്ര എപ്പിസോഡ് ഇവിടെ തുടങ്ങാം കേട്ടോ. അപ്പൊ എവിടേക്കുമല്ല, നമ്മുടെ വാൾപ്പാറ 7-7 എന്നറിയപ്പെടുന്ന വാൾപ്പാറയ്ക്ക് ചെറിയൊരു ബൈക്ക് ട്രിപ്പാണ്. അപ്പൊ ഞങ്ങളൊരു 3 ഫ്രണ്ട്സ് പിന്നെ ഞാൻ അങ്ങനെ 4 ആളായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂർ ഓട്ടം തന്നെയുണ്ട്. ഇവിടുന്ന് കറക്റ്റ് ഞങ്ങള് റൂട്ട് എടുത്തിരുന്നത് ആതിരപ്പള്ളി, മലക്കപ്പാറ, അങ്ങനെ ഒരു ഫോറസ്റ്റ് കൂടെ പോയിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള ഒരു ബൈക്ക് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്. ഹലോ, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. സിന വിളിച്ചെടുക്കണില്ല. ആ, അരമണിക്കൂറായി ഇവനെ വിളിക്കുന്നു. ആള് നീച്ചിട്ടില്ല, ഉറങ്ങുക. ഇനി ഒരുത്തനും കൂടി ഉണ്ട്. ചെക്കന്മാരിങ്ങനെ വിളിച്ച് നീപ്പിക്കണം നമ്മളൊരു ബൈക്ക് പോകുമ്പോ. അപ്പോ ഇവിടുന്ന് ഇപ്പൊ എന്റെ ഒരു കമ്പനിക്കാരൻ ഉണ്ട് ശരത്ത്. അപ്പൊ നിങ്ങള് നമ്മുടെ നോർത്ത് ഇന്ത്യ ട്രാവൽ സീരീസ് നിങ്ങൾ കണ്ടുണ്ടാവും. ഒന്നാമത് നല്ല മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫുൾ സെറ്റിലാണ് ഞങ്ങൾ പോണത്. അപ്പൊ അതിന്റെ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് ബാഗി പാന്റാണ്. ബാഗി പാന്റാണ് ഇറങ്ങി, റെയിൻകോട്ടിന്റെ പാന്റാണ്. പിന്നെ ഈ ഒരു ഇതുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ എന്റെ ഉള്ളത് ബുള്ളറ്റിന്റെ ഹെൽമെറ്റ് ആണ്. അപ്പൊ ഈ സാധനം ഇട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് അത് രീതിക്ക് മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തേക്ക് അടിച്ച് ജലദോഷം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ ഈ ഒരു ഹെൽമെറ്റ് സെറ്റ് ആക്കി ഫ്രണ്ടിന്റെ. പിന്നെ വീട് തൊട്ടാ എന്റെ വീട്. പിന്നെ വീട്ടിൽ ആരും ഇല്ല, അവരെല്ലാരും പാടി ബോംബെ പോയിക്കാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളു വീട്ടില്. അപ്പൊ ഇൻഷാല്ലാ ഫുള്ള് തറവാകാരം നമ്മുടെ വീഡിയോസ് കണ്ട നമ്മൾ ഏത് യാത്ര പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു അലമ്പ് ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വീഡിയോ തന്നെ കാണാം. അപ്പൊ പൈസ അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ശരത്താണ്. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചില്ല, കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ടും മണി ഒപ്പം നടക്കൂല. അപ്പൊ ഞങ്ങൾ വാൾപ്പാറയ്ക്ക് പോണ റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ എറണാകുളം റൂട്ട് പിടിച്ച് എറണാകുളം ഹൈവേ കൂടുന്ന ചെറിയൊരു ലെഫ്റ്റ് ഒരു കട്ടിങ് ഉണ്ട്. അങ്ങനെ ആതിരപ്പള്ളി, മലക്കപ്പാറ, അങ്ങനെ വാൾപ്പാറയ്ക്ക് എത്തി. പിന്നെ അവിടുന്ന് നേരെ പൊള്ളാച്ചി വഴി നേരെ നാട്ടിലേക്ക് എത്തുന്ന രീതിക്കാണ് ഞങ്ങൾ ട്രിപ്പിന് റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ സിനാനും അച്ചും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ 4 പേരായിട്ടാണ് വാൾപ്പാറയ്ക്ക് പോണത്. അപ്പൊ കൈസ് അങ്ങനെ ഞങ്ങള് പുതുക്കാട് എത്തിട്ടോ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് കാണുക. ഞങ്ങൾ എക്സ്പൾസിലും പിന്നെ ഒന്ന് സ്കൂട്ടിയുമായിട്ടാണ് ഇവിടെ കടയിൽ ചായ കുടിക്കാൻ കയറിയതാ. ഞാൻ ഒപ്പം വന്നാൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവനെ കണ്ടിട്ടുണ്ടാവും ശരത്ത്, സിനാന്, അച്ചു. ഞങ്ങള് കോളേജിലത്തെ ഫ്രണ്ട്സ് ആട്ടോ. ഇവിടുന്ന് ഇനി വാൾപ്പാറയ്ക്ക് 121 കിലോമീറ്റർ കേട്ടോ, ഈ പുതുക്കാടുന്ന് വാൾപ്പാറയ്ക്ക്. അപ്പൊ ഇതുവരെ ഞങ്ങക്ക് മഴ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇത് സാധനം വെറുതെ ഇട്ടു. ഇവരുണ്ടാവും ഇട്ടിട്ടില്ല. ഞാനും ശരത്തുംപാടി റെയിൻകോട്ട് ഫുൾ സെറ്റ് ആയിട്ടാണ് വന്നുള്ളത്. അപ്പൊ ഈ റോഡ് എറണാകുളം ഹൈവേ റോഡാണ്. അപ്പൊ ഇത് പുതുക്കാടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പനമ്പള്ളി റോഡ് ഉണ്ടാവും, ഒരു പനമ്പള്ളി കോളേജ് റോഡ്. അപ്പൊ ആ റോഡ് കൂടെ നമ്മൾ നേരെ ലെഫ്റ്റിക്ക് ഹൈവേന്ന് ലെഫ്റ്റിക്ക് അടിച്ച് കഴിഞ്ഞാൽ നേരെ ആദ്യം തന്നെ കാണാൻ നിൽക്ക് വെൽക്കം ടു മലക്കപ്പാറ എന്നുള്ള വലിയൊരു ആർച്ചിലൊരു ബോർഡ്. അപ്പൊ ഈ റൂട്ട് കൂടെ തന്നെയാണ് സിൽവർ സ്റ്റോമുക്കും ഡ്രീം വേൾഡിനും ഒക്കെ പോണത്. ഓഫാക്കി 5 അടി ഓണോ. എനിക്ക് അപ്പളേ തോന്നി ഈ വണ്ടിയാണ് അതിന് ഉണ്ടാവുകയാണ്. വെറ്റിലപ്പാറ ബ്രിഡ്ജ് കിട്ടോ. വണ്ടി ഓഫായല്ലോ, പണിയാവോ. പോണ റൂട്ടിലെ ഒരു സ്പോട്ടാട്ടോ. ഈ റൈഡേഴ്സ് ഒക്കെ ഫോട്ടോ അടിക്കാൻ വേണ്ടി വരുന്ന ബ്രിഡ്ജാണ്, വെറ്റിലപ്പാറ ബ്രിഡ്ജ് പറഞ്ഞിട്ടുണ്ട്. അവിടെ കപ്പിൾസും ഫോട്ടോ അടിക്കുന്നുണ്ട്. ഇവിടെ റൈഡേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ അടിക്കാൻ. അതൊരു വ്യൂ ആണ്. വെള്ളം കമ്മിയാ തോന്നുന്നു. ബൈക്കുമ്പോ ഇരുന്നിട്ട് കുണ്ടിയൊരു പരിവായി. അങ്ങനെ ഞങ്ങള് വെറ്റിലപ്പാറ പാലത്തിലെത്തിണ്ട് ഗായ്സ്. അവിടെ കൊറേ ചിപ്സ് പെണ്ണുങ്ങളെ കാണിച്ചു കൊടുക്കട്ടെ. സൂം ചെയ്യാൻ പറ്റും. വണ്ടി സ്റ്റാർട്ടാക്കിട്ടോ. ഇനി അടുത്ത് ഓണാവൂലേ? ഓണമില്ല. വണ്ടി ഓണാവണില്ല. ഇവിടെ വെറ്റിലപ്പാറ ബ്രിഡ്ജിക്ക് നേരെ ചെന്ന സിൽവർ സ്റ്റോം നേരെ കാണട്ടോ. അകത്ത് ഡ്രീം വേൾഡ് കണ്ടു, പിന്നെ സിൽവർ സ്റ്റോം. ഇതാണ് സിൽവർ സ്റ്റോം.
അമ്പണ്ടിട്ട് അവിടെ ഇനി ആളും മനസ്സിലൊന്നും ഇല്ലാതെ തോന്നുന്നു. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വ്യൂവിന്റെ അവിടെ എത്തിട്ടോ. അടുത്തല്ല, റോഡിൽ കൂടെ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും. അവിടെ എത്തപ്പോ നിക്കണേ. സാധാരണ ഞാൻ പോണ എല്ലാ ട്രിപ്പിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്രാവശ്യത്തെ ഞങ്ങളെ കണ്ണി ശരത്തിന്റെ കൂട്ടാന്റെ എക്സ്പേർട്സ് വണ്ടി ഏത് സ്പോട്ടിൽ നിർത്തിയാലും പിന്നെ വണ്ടി ഓണാവണമെങ്കിൽ ഒരു 50 അടികൾ അടിക്കേണ്ടി വരും. എത്രയായി? 10 55ാമത്തെ അടിയിൽ വണ്ടി ഓണായിട്ടോ. പാറയുടെ അവിടുന്ന് വെള്ളം വരുമ്പോ ശുദ്ധമായ വെള്ളം വരുമ്പോ കുടിക്കാൻ പോവാട്ടോ. പിന്നെ തണുപ്പുണ്ടോ? സെറ്റാ? മണമൊന്നുമില്ല. കുടിച്ചോക്കെ ഒന്നുമില്ല, ഇറക്കം ഒരു മടി. ചളി ബിളി. വാൾപ്പാറ പോണ റൂട്ടിലാട്ടോ ചാർപ്പ ബ്രിഡ്ജ് വേണ്ടൊരു ബോട്ട് കണ്ടു. ഒരു ആർച്ച് രൂപത്തിലുള്ള പാലൊക്കെ ആയിട്ട് തോടും സെറ്റ് ഒരു വാട്ടർഫാൾ ഉണ്ട് ഇവിടെ. സീന് ഇവിടെ നിർത്തിയൊക്കെ ഓഫാക്കണ്ട, ഓഫാക്കിയ വണ്ടി ഓണാവില്ല. സീന് പ്ലേസ് ഇട്ടോ. ഈ ആർച്ച് ഇതിനൊരു തടസ്സപ്പെടുത്തി. ഇതിന് മേലെ കൂടെ കയറാൻ പറ്റുമോന്നാവും. അതിപ്പോ പറ്റൂല. അതുകൊണ്ട് ശരത്ത് അവിടെ പണി തുടങ്ങിട്ടോ. ഓടായോ ചെക്കൻ പഠിച്ചില്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കാനായിട്ട് രസം. നമ്മൾ അതിന്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ ഭംഗി കാണൂല. പക്ഷെ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് വന്ന ഈ ഒരു വളവുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പോട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു സ്ലിപ്പ് നമുക്ക് ഇവിടുന്ന് പോലീസ് തരും. ഇത് നമ്മൾ ഇനി മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കണം ഞാൻ സാറ് പറഞ്ഞു. കുറച്ചാണ് 50 കിലോമീറ്റർ, വീടിന് 30 കൂടി പോകാൻ പാടില്ല. ഹെൽമെറ്റ് എല്ലാവരും നിർബന്ധമാണ്. അപ്പൊ ഞങ്ങൾ ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഇവിടെ കടന്നിട്ടോ. അപ്പൊ ആ ഒരു സാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളോട് സംസാരിച്ചത്. അപ്പൊ സാറ് പറഞ്ഞിട്ടുള്ളത് 6 മണിക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അവിടെ ഓപ്പണിംഗ് ആവും, അതേമാതിരി 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസിംഗ് ആവും. അപ്പൊ നിങ്ങൾ 4 വീലറിലാണ് നിങ്ങൾ പോണിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ 6 മണിയുടെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് നിങ്ങൾ തിരിച്ച് ഈ ആതിരപ്പള്ളി റൂട്ടിൽ കൂടെയാണ് വരുന്നിച്ചാൽ നിങ്ങൾ ഇത് പാസ് ചെയ്യണം. അപ്പൊ നിങ്ങളെ വണ്ടി ഇനി 2 വീലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 മണിയുടെ മുമ്പ് ഈ ഒരു ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യണം. പിന്നെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് 55 കിലോമീറ്റർ ഉണ്ട് മലക്കപ്പാറയ്ക്ക്. അപ്പൊ ആ ഒരു റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ഓഫ് റോഡ് ഇതെന്താ പ്രശ്നം ചേട്ടാ? പറഞ്ഞ ഓഫ് റോഡ് പോലെ ടയറില്ലേ? ഇവിടെ നൈസ് സ്പോട്ടാട്ടോ. അവിടെ 2 മൈല് നിക്കുന്നുണ്ട്. വണ്ടി അവിടെ കയറ്റിയതിന് ഈ വഴി കൂടെ ഫോറസ്റ്റ് പോലീസ് വന്നിട്ടോ. ഫോട്ടോ എടുക്കായിരുന്നു. 5000 ഫോട്ടോ എടുക്കണേന് ഇങ്ങടെ വന്നു പോലീസ്. വണ്ടി കയറി കണ്ടു, നല്ല ചീത്തയും കേട്ടു. വണ്ടിയുടെ ചാവി കൊണ്ടുപോയി. എന്നിട്ട് അടിയും കാലം പിടിച്ച് കെട്ടി. പക്ഷെ ഇവിടുന്ന് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് അവിടെ 5000 രൂപ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആധാർ കാർഡും ലൈസൻസിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പോയിക്കണ അയാള്. അപ്പൊ ഇനി ഇത് കൂടെ വരുന്നവർ ശ്രദ്ധിച്ചോ. ഫോറസ്റ്റിനുള്ള മേലിന് ഫോട്ടോ എടുക്കാനാ വണ്ടി കയറാനാ പറഞ്ഞ കയറി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പൊ പൈസ അങ്ങനെ ഞങ്ങള് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിട്ടോ. കാണുന്നതാണ് പോലീസ് തോൽക്കും ചെയ്തിട്ടോ 5000 ഫൈൻ. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു, അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതല്ല, ബൈക്കുമ്മ വരുമ്പോ
എനിക്ക് നല്ല സുഖം. സിയാനെവിടെ? ബൈക്കുമ്പോ വരുമ്പോ നല്ല പാടാ, സീറ്റ് സുഖല്ല, കല്ലാണ്. ഇവിടുന്ന് വാൾപ്പാറയ്ക്ക് എത്രടാ കിലോമീറ്റർ? 28 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാൾപ്പാറയ്ക്ക്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇടാൻ തുടങ്ങിയതാ ഈ 150ന്റെ കവർ. ഇതൊരാഴ്ച മഴ പോലും പെയ്തിട്ടില്ല. മഴ പെയ്താലും ഇവിടെ ക്ലൈമറ്റ് സെറ്റാണോ, പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ല തോന്നി. ഇപ്പൊ അവിടെ വാൾപ്പാറ എന്താ പാടുന്നാവോ. അപ്പൊ ഗൈസ് അങ്ങനത്തെ വെൽക്കം ടു തമിഴ്നാട് ബോർഡർ കേട്ടോ. അപ്പൊ നമ്മൾ തമിഴ്നാട് ബോർഡറിൽ കടന്നിട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണാൻ ഷോളയാർ ഡാമാണ്. അപ്പൊ ഈ കാണുന്നതാണ് ഷോളയാർ ഡാം. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം ഏകദേശം 12:15 കഴിഞ്ഞിട്ടോ. അപ്പൊ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചക്കത്തെ ഫുഡിന്റെ ടൈം കൂടി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി ഒറ്റ ടൈമൊക്കെ ഫുഡ് അടിച്ചിട്ട് അപ്പൊ ബിരിയാണി കഴിച്ചു. ഈ കാണുന്ന ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ പ്രവാസി നമ്മുടെ മലയാളി തന്നെയാണ്, പട്ടാമ്പിക്കാരൻ തന്നെയാണ് ഹോട്ടലാണ്. അവിടെ പോയി ചോദിച്ചപ്പോ നമ്മുടെ ഭാഷ കണ്ടപ്പോ എവിടേക്കാണ് മക്കളെ ചോദിച്ചു. അപ്പൊ ഞങ്ങളങ്ങനെ അയാൾ ചെറിയ സംസാരിക്കലൊക്കെ ഉണ്ടായി. അപ്പൊ പിന്നെ അയാള് ഫുഡ് തന്നിട്ടോ, ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടി. അടുത്ത പണി സ്കൂട്ടി ഡീസൽ അടിച്ചു തോന്നുന്നു, പെട്രോളിന് പകരം. ഓ കൊടുന്നിക്കണന്നെ അവന്റെ കമ്പനിക്കാരൻ വണ്ടിയാ. ശിങ്കിടിയോ? വണ്ടി തരാണോ? എന്താ അവസ്ഥ ചോദിച്ചോക്കാണ്. എയർ തള്ളി ഉണ്ടാവും പറഞ്ഞിട്ട് അതിന്റെ കപ്പ് ഊരിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഫുൾ ടാങ്ക് അടിച്ചാലേ പ്രശ്നം അത്ര. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാ വാൾപ്പാറയിൽ നിന്ന് ഇനി പൊള്ളാച്ചി റൂട്ട് തിരിച്ച് വീട്ടിങ്ങനെ പോരാട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വാൾപ്പാറ സെറ്റാണ്, നല്ല കോടൊക്കെ ഇട്ട് പറഞ്ഞിട്ട് നമ്മൾ വേറെ വന്നിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അതാ ഉണ്ടായത്. ഞങ്ങൾ പോയപ്പോൾ ഒരു മഴ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, കോട കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ 7th Avenue പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയിട്ടില്ല, വെറുതെ കുറേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നിന്നല്ലാതെ ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾ വന്നതിലുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി വാൾപ്പാറ റൂട്ട് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ഫുള്ളായിട്ട് കൺഫേം ചെയ്തിട്ടും വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബൈക്ക് ട്രിപ്പ് എന്നുള്ളൊരു വൈബിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആതിരപ്പള്ളി വാഴച്ചാലിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് മലക്കപ്പാറ വരെയുള്ള ഒരു ഫോറസ്റ്റ് 55 കിലോമീറ്ററിൽ ഇത് പക്കയാണ്. അത് ഞങ്ങൾക്കൊന്ന് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ പട്ടാമ്പി പോകണോണ്ട് ഞങ്ങൾ നേരെ പോണത് പൊള്ളാച്ചി നേരെ ഒറ്റപ്പാലം പിടിച്ച് പിന്നെ കുളപ്പുള്ളി നേരെ പട്ടാമ്പി. അപ്പോൾ ഈ റൂട്ട് കൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി പൊള്ളാച്ചി റൂട്ട് കൂടെ നിങ്ങൾക്ക് തിരിച്ചു വരാനും പറ്റും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു 40 എയർപിൻ ബെൻഡിലുള്ള ഒരു വളവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് റൈഡ് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്ക് നമ്മൾ പൊള്ളാച്ചി ഭാഗത്തേക്ക് നമ്മൾ എത്തുക. അപ്പോൾ അത് നല്ലൊരു സെറ്റ് ആയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ അത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു വാൾപ്പാറയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ആതിരപ്പള്ളി റൂട്ടിൽ കൂടെ കയറി വന്നിട്ട് പൊള്ളാച്ചി കൂടെ ഇങ്ങോട്ട് വരികയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ നിങ്ങൾ ബൈക്കിലാണ് വരുന്നത് അവിടെ 4 മണിക്ക് ചെക്ക് പോസ്റ്റ് അടക്കും, പിന്നെ നമുക്ക് ബൈക്കുകാർക്ക് പിന്നെ ആ ഒരു ഭാഗത്ത് കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നേരെ ആതിരപ്പള്ളി റൂട്ടിൽ കൂടെ കയറി വന്നിട്ട് നിങ്ങൾ പിന്നെ തിരിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ പൊള്ളാച്ചി വഴി പോകാൻ ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കുറച്ചുകൂടി നേരം നിങ്ങൾക്ക് അവിടെ ഈ ഒരു വാൾപ്പാറയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആതിരപ്പള്ളി റൂട്ടിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആണോ അല്ലേ നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം, മാത്രമേ നിങ്ങൾ പോരാൻ പറ്റുള്ളൂ. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ചേട്ടാ ചെക്ക് പോസ്റ്റ് ഏതാ അല്ല ഏതാ പേരെന്താ? അലിയൂർ ചെക്ക് പോസ്റ്റ്, അലിയൂർ. അപ്പൊ ഗൈസ് 40 എയർപിൻ ബെൻഡില്ല ഒരു വളവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എത്തിയ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ കടന്നിട്ട് കുറച്ചുകൂടി വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കയറി കേട്ടോ. അപ്പൊ ഇനി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആതിരപ്പള്ളിക്ക് വന്നത് നമ്മൾ എറണാകുളം അങ്ങനെ മലക്കപ്പാറ അങ്ങനെയാണ് വന്നത്. ഇപ്പൊ തിരിച്ചു പോണത് പൊള്ളാച്ചി റൂട്ടിൽ കൂടെയാണ്. അപ്പൊ ഇത് ചെറിയൊരു കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് നാട്ടിൽ. അപ്പൊ ഇനി വന്ന വഴി തിരിച്ചു പോകാന്നുണ്ടെങ്കിൽ 4 മണിക്ക് ബൈക്ക് 2 വീലേഴ്സ് ചെക്ക് പോസ്റ്റ് കടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 മണിക്ക് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പൊള്ളാച്ചി റൂട്ട് കൂടെ ഹൈവേ റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രതീക്ഷിച്ചമാതിരി നടന്നില്ല. ഞങ്ങൾ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു, അതും നടന്നില്ല. പിന്നെ പോലീസിൻ്റെ കുറെ ആട്ടും കേട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വാൾപ്പാറ ബൈക്ക് ട്രിപ്പിന്റെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു യാത്ര എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.